പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. അതിന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക്. ഇത് സംബന്ധിച്ച് നമുക്കുണ്ടായിരുന്ന സ്ഥലമേറ്റെടുക്കുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മിക്കവാറും മാറി. അലൈൻമെന്റ് തീരുമാനിച്ചു. അപ്പൊ ഇനിയും ആ പ്രോജക്റ്റുമായിട്ട് ഇന്ത്യൻ റെയിൽവേ വേഗത്തിൽ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ആ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടു. മറ്റൊരു ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ കടൽ തീരത്തും നമ്മുടെ കിഴക്കൻ മേഖലയിലും ഒരുപോലെ ജനങ്ങളെ ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ. CRZ നമ്മുടെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും പരമ്പരാഗത ജീവനക്കാർ അവിടെ താമസിക്കുന്നവരെയും വളരെ ദോഷകരമായിട്ട് ബാധിക്കുകയാണ്. വീടൊന്ന് പുതുക്കി പണിയാൻ സാധിക്കുന്നില്ല, ഒരു എക്സ്റ്റൻഷൻ സാധിക്കുന്നില്ല, ഒരു പുതിയ വീട് വിളിച്ചു വെക്കാൻ സാധിക്കുന്നില്ല. ഇതിന് മാറ്റം വന്നേ മതിയാകും. കസ്തൂരിരംഗന്റെ കാര്യം കഴിഞ്ഞ 4 കൊല്ലക്കാലമായി നടത്തിയ ശ്രമത്തിന്റെ ഫലമായി പ്രിലിമിനറി നോട്ടിഫിക്കേഷനായി. ഫൈനൽ നോട്ടിഫിക്കേഷനൂടെ വന്നാലേ ജനങ്ങളുടെ ഇടയിലുള്ള ആശങ്ക മാറി കിട്ടുകയുള്ളൂ. അതിന് അടിയന്തരമായിട്ട് അത് വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് അടിയന്തരമായിട്ട് സഹായങ്ങൾ നൽകുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം. കഴിഞ്ഞ UPA ഗവൺമെന്റ് ഒരു കമ്മീഷനെ വെച്ചിരുന്നു, സിൻഹു കമ്മീഷൻ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക സമുദായത്തിലെ ആളുകൾക്ക്, അംഗങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ശുപാർശ സമർപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച സിൻഹു കമ്മീഷന്റെ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്. അത് ഏറ്റവും വേഗത്തിൽ അത് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചു. കാർഷിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ റബ്ബറിന് പുറമെ അതുപോലെ തന്നെ നമ്മളെ അലട്ടുന്ന പ്രശ്നമാണ് നാളികേരത്തിന്റെ വിലയിടിപ്പ്. അത് സംബന്ധിച്ച് കൃഷി വകുപ്പ് മന്ത്രി വിശദമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിന്റെ എല്ലാ വശങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം അത് ഈ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. LPF കേഡർ റിവിഷൻ. നമ്മുടെ ഭക്ഷ്യധാന്യം, ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് വരുന്ന അവസരത്തില് നമുക്ക് ഏതാണ്ട് 2 ലക്ഷം ടണ്ണ് അരിയുടെ കുറവ് വരുന്നുണ്ട്. അത് നികത്തി തരണം എന്ന ആവശ്യം ഡൽഹിയിൽ വെച്ച് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു, പോയ സമയത്ത് ആവശ്യപ്പെട്ടിരുന്നു. അത് മാർച്ച് 31 വരെ കുറയ്ക്കത്തില്ല എന്ന് മറുപടി പറഞ്ഞു. അത് പോരാ, സ്ഥിരമായിട്ട് നമുക്ക് അത് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണം എന്നാണ് നമ്മളിപ്പം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം നമ്മൾ ഒരു ആവശ്യം കൂടി ഉന്നയിച്ചു. ഇപ്പോഴത്തെ ഇവരുടെ പോളിസി, ഫുഡ് സെക്യൂരിറ്റി പോളിസിയിൽ ഓർഫൻസ്, അനാഥരായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്കുന്ന അനാഥാലയങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല. അവർക്ക് അരി അലോട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അരി മേടിക്കണം. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതിനുള്ള മാറ്റം കൂടി വേണം എന്ന് പറയുകയുണ്ടായി. റെയിൽവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റെയിൽ കോച്ച് ഫാക്ടറി, 2 സബർബൻ റെയിൽവേ ലൈൻ, 3 നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ ലൈൻ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ നിവേദനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൾ ഇന്ത്യ എയിംസ്, നമ്മുടെ ആരോഗ്യ വകുപ്പ് 4 സ്ഥലങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എയിംസിന് വേണ്ടി. കഴിഞ്ഞ കൊല്ലം അനുവദിച്ചപ്പോൾ ഈ വർഷത്തേക്ക് നമ്മളെ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഈ വർഷം അത് നിർബന്ധമായും ലഭിക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ RCC നാഷണൽ ക്യാൻസർ സെന്റർ ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ റീജിയണൽ ക്യാൻസർ സെന്റർ ആയിട്ടും ഉയർത്തണം എന്ന് ആവശ്യപ്പെട്ടു. പിന്നെ സ്മാർട്ട് സിറ്റി അനുവദിച്ചപ്പോൾ നമുക്ക് ലഭിച്ചത് ഒരെണ്ണം മാത്രമാണ്, കൊച്ചി മാത്രമാണ്. അതിനവരൊരു കാരണം പറഞ്ഞു. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ എണ്ണം നോക്കിയാണ്. മുനിസിപ്പാലിറ്റിയുടെ എണ്ണം നോക്കിയപ്പോൾ പറഞ്ഞെങ്കിൽ അന്ന് നമുക്ക് മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ 28 മുനിസിപ്പാലിറ്റി കോടതി സ്റ്റേയിലായിരുന്നു. ഇന്ന് സ്റ്റേ മാറി ആ മുനിസിപ്പാലിറ്റി നിലവിൽ വന്നു. അവിടെ ഇലക്ഷൻ നടന്നു. പുതിയ സാരഥികളോട് ചാർജ് എടുത്തു. ആ സാഹചര്യത്തിൽ അതുകൂടെ കണക്കിലെടുത്താൽ നമുക്ക് 2 സ്മാർട്ട് സിറ്റി ഇവിടെ കിട്ടണം. അതിന് തിരുവനന്തപുരമാണ് നമ്മൾ ഒന്നാമതായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്തിന് അതിന്റെ അംഗീകാരം കിട്ടണം. പിന്നെ എയർ കേരള എക്സ്പ്രസ് അതിനുള്ള സ്പെഷ്യൽ അതിന്റെ അളവുകളിൽ അയവ് വരുത്തി നമുക്ക് അനുമതി തരണം. അതുപോലെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള എയർ ഫെയർ ഒരു ന്യായീകരണവും ഇല്ലാത്തതാണ്. അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് നമുക്ക് അതിന് പരിഹാരമുണ്ടാക്കണം. അതുപോലെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാലോട് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കണം. നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യാം. കേരളത്തിന്റെ ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ്. പക്ഷെ അത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നതിന്റെ പേരിൽ നമ്മൾ അങ്ങോട്ട് കേന്ദ്രത്തിന് കൊടുക്കുക, നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒരു അന്തർദേശീയ നിലവാരമുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്ഥാപനം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിലാണ് അതിന്റെ നടപടികളായിട്ട് മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിലായിട്ട് പ്രധാനമന്ത്രി എപ്പോൾ ഡൽഹിയിൽ വെച്ച് കാണുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഗെയിലിന്റെ പൈപ്പ് ലൈൻ ഇടുന്നതിന് കേരളം അനാസ്ഥ കാട്ടുന്നു. FLCTയുടെ പാക്കേജ് നമ്മൾ ആവശ്യപ്പെട്ടു. പാക്കേജ് ആവശ്യപ്പെട്ടപ്പോൾ ജനം പറഞ്ഞൊരു കണ്ടീഷൻ, ഗെയിലിന്റെ പൈപ്പ് ലൈൻ വേണം. FLCTയുടെ പാക്കേജിന് ഏതാണ്ട് അംഗീകാരമായി. കേരള ഗവൺമെന്റിനോട് പറഞ്ഞ 3 കണ്ടീഷൻ: 1 ടാക്സ് അളവ് ചെയ്ത് കൊടുത്തു. 2 പൈപ്പ് ലൈൻ FLCTയിൽ ഗ്യാസ് സപ്ലൈ ചെയ്യത്തക്ക വിധത്തിൽ പൈപ്പ് ലൈനിന്റെ ഇടിയിൽ പൂർത്തിയായി. 3 FLCTയുടെ ലാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാന ഗവൺമെന്റ് പരിഹരിക്കണം. ഇത് 3ഉം ചെയ്യാൻ തയ്യാറായ സാഹചര്യത്തിൽ FLCTയുടെ പാക്കേജ് ഉടൻ ലഭ്യമാകും. ഗെയിലിന്റെ പൈപ്പ് ലൈൻ കേരളത്തിൽ ഏതാണ്ട് 500-ൽ പരം കിലോമീറ്ററാണ് ഇടേണ്ടത്. 503 കിലോമീറ്റർ ബാംഗ്ലൂർക്കും കോയമ്പത്തൂരും പോകുന്ന പൈപ്പ് ലൈൻ. അതിൽ 350 കിലോമീറ്ററിന്റെ സ്ഥലം എടുത്തു കഴിഞ്ഞു. ഇനി 150 കിലോമീറ്ററിന്റെ സ്ഥലമേ എടുക്കാനുള്ളൂ. ആ സ്ഥലം നമ്മൾ എടുത്തു കൊടുക്കും. യാതൊരു വീഴ്ചയും അതിനകത്ത് വരില്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ റിക്വസ്റ്റ് സ്ഥലം കിട്ടിയ 350 കിലോമീറ്ററിൽ കൈപ്പിടണം. അതിന്റെ പണി ഏറ്റവും വേഗത്തിൽ ആരംഭിക്കണം എന്ന് ഉള്ളതാണ് പറഞ്ഞത്. ഏതായാലും ഈ കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ബന്ധപ്പെട്ട മന്ത്രിമാര് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന് കേരളത്തിന്റെ ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടിയാണ് പോയിരിക്കുന്നത്. ഈ കാര്യത്തിൽ അനുഭാവപൂർവമായ സമീപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2 മുഖ്യമന്ത്രിമാരെയും പിടിച്ച് അതിന് ഒരു രമ്യമായ പരിഹാരം ഉണ്ടാകണം. 2, ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ പഠനം ഇതിന്റെ സേഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഹൈഡ്രോളജിക്കൽ സ്റ്റഡി നടത്തും. ഈ 2 കാര്യങ്ങളാണ്. പ്രതിമ സംഭവവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം, പ്രതിമയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പ്രധാനമന്ത്രിയോട് പറഞ്ഞു? അറിയിച്ചോ?
പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. അതിന്റെ ശബ്ദ സംപ്രേഷണമാണ് കേട്ടത്. വിവാദങ്ങൾക്കിടെ ആർ ശങ്കർ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ നിന്നും ഒഴിവാക്കിയതിനാൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. ജനപ്രതിനിധികളും ചടങ്ങ് ബഹിഷ്കരിച്ചു. ആർ ശങ്കർ സംഘപരിവാറുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹിന്ദു നേതാവെന്ന് മോദി പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പറഞ്ഞു. അതിനിടെ KPCCയുടെ നേതൃത്വത്തിൽ സമാന്തര പ്രാർത്ഥനാ യോഗം തിരുവനന്തപുരത്ത് നടന്നു. പ്രതിമാനാച്ഛാദനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ വിഷമമുണ്ടാക്കിയെന്ന് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ പറഞ്ഞു. ശങ്കറിന്റെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഒന്നാമത് 100% ഒരു ഗാന്ധിയനായിരുന്ന ആർ ശങ്കർ ഒരു കാരണവശാലും RSSന്റെ പ്രവർത്തകനായി പോയില്ല എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും വിഷമമുണ്ട്. ആർ ശങ്കറിനെ ഏറ്റെടുക്കാൻ BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ KPCC കൊല്ലത്തും തിരുവനന്തപുരത്തും ശങ്കറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പ്രാർത്ഥനാ സംഗമം നടത്തി. മോദി ചരിത്രത്തെയും ആർ ശങ്കറിന്റെ രാഷ്ട്രീയ പൈതൃകത്തെയും വളച്ചൊടിച്ചെന്ന് ചെറിയാൻ ഫിലിപ്പ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവഗിരിയിലെത്തി ദൈവദശകം രചനയുടെ ശതാബ്ദി ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഗുരുദേവ സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ജനിച്ചയാളാണ് ഗുരുദേവനെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.